അപ്പൊ കുത്രാത്തീമൊക്കെ ഇപ്പോഴുണ്ടോന്ന് ചോദിച്ചാണ്. കുത്രാത്തീം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അവിടെ കത്തെടുത്തിട്ടല്ലോ ചെറുകിട്ട് കുത്തും വാറ്റിന്റെ ഉള്ളിട്ട് ആ കത്തി അങ്ങനെ തന്നെ ഉള്ളിക്കാണ്ട് കിടക്കുന്നു. എന്നിട്ടോ അതങ്ങോട്ട് ഓരി നോക്കണ സമയത്ത് മുറിവ് കൂടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചതല്ല, ഈ മുറിവ് കൂടുന്നത് അള്ളാഹുവാണോ അതല്ല മുഹദ്ദീസ് ശൈഖ്? അത് മുഹദ്ദീസ് ശൈഖാണെന്ന് സംശയിക്കാൻ എന്താ? മുഹദ്ദീസ് ശൈഖ് തന്നെയാണ്. അപ്പൊ എന്താ സംഗതി എന്നറിയോ? ഇതിന്റെ തട്ടിപ്പിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. എന്താ ഗൗരവം? അല്ലാഹു തആല ഖുർആനിൽ പറയാ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കാര്യം, അല്ലാഹുവിന്റെ കൽപ്പന, ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യത്തെ അവൻ ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു കുൻ, അതിനോട് ഉണ്ടാവുമെന്ന് പറയും, ഫയകൂൻ, അതങ്ങുണ്ടാവും. എന്താ പറഞ്ഞ്? അള്ളാഹു ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ, ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാവുമെന്ന് പറയേണ്ട താമസം അപ്പോൾ അതുണ്ടാവും. അതേ കഴിവ് മുഹദ്ദീസ് ശൈഖിനുണ്ട്. എന്നോടേയകളുടേയവൻ തന്റെകൾ ആവന്ന് ഞാൻ ചൊൽവിൽ ആവും അതെന്നോവർ. വല്ലൊരു വസ്തുവിനെ പൊന്നെന്ന് ചൊല്ലുകിൽ വിരികെ ഉരുവാക്കും എന്ന് പറഞ്ഞവർ. കണ്ടോ? വല്ലൊരു വസ്തുവിനെ പൊന്നെന്ന് ചൊല്ലുകിൽ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ അതേ പദം പൊന്നെന്ന് ഞാൻ പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകും. മുഹീദ്ദീൻ ശൈഖിനെ പോലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മളുടെ കളിപ്പിള്ളേരല്ല എന്ന് മനസ്സിലാക്കണം. അവർ നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം മനസ്സിലാക്കിയ അവരുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. അല്ലാതെ ഇന്ന് കാണുന്ന വാറോലയ്ക്ക് വേണ്ടിയല്ല, മാലയ്ക്കോ മൗലൂദിനോ കുതുബിയത്തിനോ വേണ്ടിയല്ല അവർ ഒഴിഞ്ഞു വെച്ചത്. അപ്പൊ കത്തിയിട്ടിട്ട് വള്ളന്റെ ഉള്ളിലാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ ആന വലിച്ചു വരുമ്പോഴേക്ക് മുഹദ്ദീസ് ശൈഖിന് വന്നിട്ട് അത് കുൻ, മുറി കൂടുന്നത് പറയേണ്ട താമസമുള്ള മുറി കൂടും. إنما أمره إذا أراد شيئا أن يقول له كن فيكون. താൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമാകുന്നു അവന്റെ കാര്യം. അപ്പോഴതാ അതുണ്ടാകുന്നു. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ നിങ്ങൾ മടക്കപ്പെടുന്നത്, ആരുടെ അടുത്തേക്കാണോ അവൻ എത്ര പരിശുദ്ധൻ. പിന്നെ നമ്മളെ നാട്ടിലുള്ള മറ്റൊന്ന് ബദരീങ്ങളുടെ ആണ്ട്. റമളാൻ 17 ബദർ യുദ്ധം ഉണ്ടായത്. അപ്പൊ ബദരീങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ബദരീങ്ങളുടെ പേരിൽ ഒരു പോത്തറുത്തിട്ട് അല്ലെങ്കിൽ ഒരു മൂരി അറുത്തിട്ട് നല്ല ചോറ് വെച്ചിട്ട് ഭയങ്കരാണും പെണ്ണും ഒക്കെ റോട്ട് കാണാം. പള്ളിക്കുവാൻ വിധേയത്ത. പെണ്ണുങ്ങൾ പള്ളി പോകൽ കടിയ ഹറാം. ടാക്സി ഇട്ടിട്ട് പാത്രം എടുത്ത് ഇങ്ങനെ നിൽക്കണം പച്ച റമളാൻ മാസത്തിൽ റോട്ടിന്റെ അക്കത്ത് ഇങ്ങനെ നേരന്ന്. എന്തിന്? ബദരീങ്ങളാണ്ടിന്റെ ചോറ് വാങ്ങാൻ. അതിന് ഉസ്താദന്മാർക്ക് ഒരു ഫിത്തനന്റെ ആയത്തുമില്ല. എവിടുന്ന് കിട്ടിയതത്? ഹിജ്റ 2-ാം വർഷത്തിലാ ബദർ യുദ്ധം നടന്നത്. അത് കഴിഞ്ഞ് 8 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചു. 8 ബദർ ദിനം കഴിഞ്ഞു പോയി. ഒരൊറ്റ ബദർ ദിനത്തിലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെയും കൂട്ടിയിട്ട് ബദരീങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊരു പാട്ടോ അന്നൊരു വെയ്ത്തോ അന്നൊരു ബദർ അനുസ്മരണമോ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. തനിച്ച ബിദഅത്താണ് ബദരീങ്ങളുടെ. ആരോടെ പ്രാർത്ഥിക്കണത്? ബദരീങ്ങളെ വിളിച്ച് തേടുകയാണ്. ശിർക്ക് നേരത്തെ കേട്ടില്ലേ നിങ്ങള്? വലിയ കുറ്റമാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാന്റെ പടപ്പിനോട് ചോദിക്കാണ്. എവിടെ വെച്ച് ബദരീങ്ങളെ വിളിച്ചാലും ബദരീങ്ങൾ റെഡി തന്നെ. ആവശ്യങ്ങൾ അവർ പൂർത്തീകരിച്ചു കൊടുത്തില്ലേ? മഹാന്മാരായ ബദരീങ്ങൾ അന്നും ഇന്നും ആ ബദരീങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കാൻ തയ്യാറാണ്. സംശയം വേണ്ട. ഇന്നെന്നെ തടവിന്നൊഴിവാക്കി തരാനുള്ള വിധി വാങ്ങി ദാഹം ഔത്തത് കൂട്ടിടും ഇബ്ലീസ് കുസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മരണസമയത്ത് ഇബ്ലീസ് വെള്ളക്കോപ്പയുമായിട്ട് വരും മരിച്ചവന്റെ ദാഹം തീർക്കാൻ വേണ്ടി. അപ്പോൾ ആ വൃത്തികെട്ടവനെ ശപിക്കപ്പെട്ടവനാട്ടുവാൻ ബദരീങ്ങളെ തുണ തരണേ തമ്പുരാനേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബദരീങ്ങളെ തുണ അള്ളാഹിനോട് ചോദിക്കുക. ഇനി ബദരീങ്ങളെ നേരിട്ട് വിളിക്കുന്നതുണ്ട്. യമം ബിഹി ഹല്ലറദ വമം ബിഹം മിന്നകിദ ഖുൽനാദിയം മുസ്തൻജിദ യാ അഹ്ല ബദരി ശുഹദ. നാശങ്ങൾ ഇറങ്ങിയവനെ,
വിഷമിക്കുന്ന മനോവിഷമങ്ങൾ ഉണ്ടായവനെ നീ സഹായം തേടി വിളിച്ച് പ്രാർത്ഥിച്ചോ. യാ അഹ്ല ബദരി ശുഹദാ, ഏ ബദർ ശുഹദാക്കളെ. തനിച്ച ശിർക്കാത് കണ്ടോ. അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും എന്തിനാ ബദർ യുദ്ധം ചെയ്തത്? അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് റസൂലും, അള്ളഹാനോടും പ്രാർത്ഥിക്കാ, ഇബ്രാഹിം നബിയോടും പ്രാർത്ഥിക്കാ, അള്ളഹാനെയും വിളിക്കാ, ലാത്തനെയും വിളിക്കാ എന്ന് അബൂജഹലും. ആ മാത്രത്തിന്റെ പേരിലാ യുദ്ധം ഉണ്ടായത്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോ കേട്ടു, അബൂജഹൽ അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ആളല്ല. ബദറിന് പോയപ്പോ കഅബയുടെ ഹില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാ ആര് പോയത്? അബൂജഹൽ പോയത്. ബദറിൽ ഇറങ്ങിയിട്ട് അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാഹുവിനോടാ. പിന്നെന്താ വ്യത്യാസം? റസൂൽ എല്ലാ സന്ദർഭത്തിലും അള്ളഹാനോടെ പ്രാർത്ഥിക്കുള്ളൂ, മറ്റത് സന്നിഗ്ധ ഘട്ടത്തിൽ മാത്രം അള്ളഹാനെ വിളിക്കുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ആരെ വിളിക്കുക? അള്ളാന്റെ ഔലിയാക്കന്മാരെ വിളിക്കുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിക്കുന്നത്. അള്ളാഹു മാത്രമാണ് ഇലാഹ്, ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇബ്രാഹിം നബി ഇലാഹാണ്, ഇസ്മായിൽ നബി ഇലാഹാണ് എന്നാണ്. മാത്രല്ല നമ്മുടെ നാട്ടിലൊക്കെ ബദർ മാല, ബദരീങ്ങളെ 313 പേര് വെച്ചൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറെ മികന്തുള്ള ഫേറ്റുവരുത്തത്തിൽ ഇന്താ സഹാബികൾ ഫേരിനെ ഓതൂകിൽ കുറി മുടിയും മൂനം ഫള്ള തന്നീന്ന് കുട്ടി ഫിറക്കലില്ലാശക്കെന്നോവർ. ഏറ്റവും മികന്തുള്ള പേറ്റുവരുത്തത്തിൽ നല്ല വേദന ഉണ്ടായ, പ്രസവവേദന ഉണ്ടായാല് 313 ബദരീങ്ങളെ പേരുള്ള ബദർമാലയെങ്കിൽ ചൊല്ലിയാൽ കൂറി മുടിയും മുൻ പറഞ്ഞു തീരും മുമ്പ് കുട്ടി ഫിറക്കൽ ഇല്ലാശക്കെന്നോവർ, നോ ഡൗട്ട് പ്രസവിച്ചിരിക്കും, കട്ടായമാണ്. എന്നിട്ടോ ഇപ്പൊ ഈ പറഞ്ഞ് ഇത് വിറ്റ് കാശാക്കുന്ന ആളുകൾ പോലും തലകെട്ടും കെട്ടി പോവുകയാണ്. എവിടേക്ക്? നേരെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാണ്. എന്താ ഉസ്താദങ്ങൾ വിടക്കണേ? അത് ഭാര്യക്കൊരു ചെക്കപ്പുണ്ട്. എന്താ? അവർക്ക് ഡേറ്റ് തെറ്റി. ഇപ്പൊ ബദർമാലല്ലേ, ബദർ മൗലിദില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം പച്ചയായ ബിദ്അത്തുകളും ശിർക്കുകളുമാണ്. അത്തരം ശിർക്കിന്റെ പ്രവർത്തനങ്ങള് എല്ലാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പകരം ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع لعلهم يتقون. തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് ഒരുമിച്ചു കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഈ ദിവ്യബോധനം മുഖേന നീ താക്കീത് നൽകുക. അവനു പുറമെ യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും അവർക്കില്ല. അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം.